പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 7 മുതൽ. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് ദൂരെ അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തരും തന്റെ കൂടാരവാദത്തിൽ നിന്ന് മോശ കൂടാരത്തിനകത്ത് പ്രവേശിക്കുന്നത് വരെയും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാദത്തിൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാദത്തിൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് അവരവരുടെ കൂടാരവാദത്തിൽ വെച്ച് നമസ്കരിച്ചു. ഒരുവൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന യുവാവോ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. പ്രതിഷ്ഠാ പെരുന്നാളിൽ വായിക്കാൻ വെച്ചിരുന്ന വേദഭാഗം നമ്മൾ ഒരിക്കൽ കൂടെ വായിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷ്ഠാ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഈ തിങ്കളാഴ്ച ശേഷിച്ച കഷ്ണങ്ങൾ പെറുക്കുവാൻ ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഇന്നലെ വായിച്ചതായ വേദഭാഗങ്ങളിൽ നിന്നെല്ലാം ഇനിയും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അവയെ പുറകോട്ട് ചെന്ന് അവയും കൂടെ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ, അത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നമ്മളുടെ പ്രശ്നങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാനും ദൈവം സംസാരിക്കുന്നത് കേൾക്കാനും നമ്മുടെ പ്രതിഷ്ഠാ പെരുന്നാൾ എങ്ങനെയാണ് ഉതകുന്നത്. ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും പ്രയോജനപ്പെട്ടാൽ നമ്മൾക്ക് തന്നെ ദൈവത്തോട് സംസാരിക്കുന്ന കൂടാരമാകാൻ സാധിക്കും. സമാഗമന കൂടാരം പഴയ നിയമകാലത്തെ സമാഗമന കൂടാരമായി തീരുവാൻ പുതിയ നിയമകാലത്ത് നമുക്ക് നമ്മുടെ വീടിന്, നമ്മുടെ പള്ളികൾക്ക്, നമ്മുടെ ആരാധന സ്ഥലത്തിന്, ധ്യാന മന്ദിരങ്ങൾക്കെല്ലാം ആ വലിയ പദവിയാണ് ദൈവം തരുന്നത്. ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും വിജയിച്ചാൽ നമുക്ക് ചലിക്കുന്ന സമാഗമന കൂടാരമാകാൻ സാധിക്കും. സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയാൽ യാത്ര വരുമ്പോൾ അത് പൊളിച്ചുകൊണ്ട് പോയി വേറെ സ്ഥലത്ത് വയ്ക്കുമായിരുന്നു. അങ്ങനെ നമ്മളുടെ ജീവിതയാത്രയിൽ ഇതുപോലെ നമ്മൾ തന്നെ ചലിക്കുന്ന കൂടാരമാകണമെന്നുള്ള പാഠം ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നമ്മൾ കർത്താവിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും അവർ സൂചിപ്പിക്കുന്നു. നമ്മളെ മാമോദിസയേറ്റവരായ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സമാഗമന കൂടാരവും ദേവാലയവും ധ്യാനമന്ദിരവും ആരാധന സ്ഥലവും ഒക്കെ ആണെന്നുള്ള കാര്യം ഓർമ്മ. ഇത്രയും നാളായിട്ട് നമുക്ക് നമ്മുടെ കൂടാരത്തിൽ മോശയുടെ കാലത്ത് സംഭവിച്ചതായ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരഭാഗത്തിൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഇടമായി നമ്മുടെ ഹൃദയം മാറിയിട്ടുണ്ട്. സമാഗമന കൂടാരം മോശയോട് ദൈവം എങ്ങനെയാ സംസാരിച്ചത് എന്ന് 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജനമെല്ലാം കൂടാരവാദത്തിൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് അവരുടെ കൂടാരവാദത്തിൽ നമസ്കരിച്ചു. 11-ാം വാക്യത്തിൽ ഒരുവൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു.
ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ ദൈവത്തോട് സംസാരിക്കാറുണ്ട്, പക്ഷെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാറുണ്ടോ? സമാഗമന കൂടാരമായാൽ അങ്ങോട്ട് സംസാരിക്കുക, ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുക. നമുക്കെന്താ അത് ഇതുവരെ സാധിക്കാത്തത്? അത് ചില വ്യവസ്ഥകൾ വേറെ പല വേദഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. മോശയ്ക്ക് ഇതെങ്ങനെ സാധിച്ചു? ഈ അഭിമുഖമായി സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ട്. ദൈവത്തിന്റെ മുഖം കാണാൻ കഴിയില്ല എന്ന് വേറൊരു വേദവാക്യമുണ്ട്. ദൈവത്തിന്റെ മുഖം കടന്നു വഴി അത്തുപോകും. അത്രയ്ക്ക് ഭയങ്കര പ്രകാശവും അത്രയ്ക്ക് ഭയങ്കര ശക്തിയുമാണ് ആ മുഖത്തിൽ നിന്ന് പ്രസരിക്കുന്നത്. നമുക്ക് ആ ശക്തി ഉൾക്കൊള്ളാനോ കാണാനോ കഴിവില്ലാത്തതെന്ന് നമുക്ക് അത്തുപോകും. അതുകൊണ്ടാണ് ദൈവം മറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്നത്. പിന്നെ മോശയോട് എങ്ങനെയായിരിക്കും സംസാരിച്ചത്? അഭിമുഖമായി സംസാരിച്ചു, പക്ഷേ മോശയ്ക്കും ദൈവത്തിനിടയിൽ ഒരു മറ വെച്ച് കാണും. മുഖത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുഖത്തിന്റെ മുമ്പിൽ തമ്മിൽ കേൾക്കാം, പക്ഷെ കണ്ട് തത്വ വാരിപ്പാനുള്ള ഒരു സംരക്ഷണ വലയം അല്ലെങ്കിൽ മറ വെച്ച് കാണും. ആ കാര്യം മനസ്സിലാക്കുന്നതിന് തുടർന്ന് ശകലം കൂടെ വായിച്ചാൽ ഈ അധ്യായത്തിൽ തന്നെ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മോശയ്ക്ക് ദൈവത്തെ ശരിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞു, ആഗ്രഹം കൊള്ളാം, പക്ഷെ നീ അത്രയ്ക്ക് വളർന്നിട്ടില്ല, മനുഷ്യർ അത്രയും വളർന്നിട്ടില്ല. 16-ാം വാക്യത്തിൽ എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ട് എന്നുള്ളതിനെ ഞാൻ എങ്ങനെ അറിയും? നീ ഞങ്ങളോട് പോരുന്നില്ലയോ? അങ്ങനെ ഞാൻ നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജനതകളിൽ മറ്റ് വിശേഷമുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്റെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. 18-ാം വാക്യത്തിൽ അപ്പോൾ മോശ പറയുകയാണ്, നിന്റെ തേജസ് എനിക്കൊന്ന് കാണിച്ചു തരണം. അത് മോശയുടെ ഒരു ആഗ്രഹമായിരുന്നു, ദൈവ തേജസ് ഒന്ന് കാണണമെന്ന്. മുഖാമുഖമായിട്ട് മറ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് കണ്ടെങ്കിൽ തേജസ് കാണണമെന്ന് പറയുമായിരുന്നു. വർത്താനം പറയുന്നത് കേൾക്കായിരുന്നു, പക്ഷെങ്കിൽ മറയുണ്ട് താനും. ഒരു തിരശ്ശീലയുടെ അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് സംസാരിച്ചാൽ ശബ്ദം കേൾക്കാം, ആളിനെ കാണാനില്ല. അതെന്താ അങ്ങനെ? മുഖാമുഖമായിട്ടാണ് സംസാരിക്കുന്നത്, തൊട്ടടുത്ത ആളുണ്ടെന്നറിയാം, ശബ്ദം ഇങ്ങോട്ട് വരുന്നുണ്ടോ, പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ കാണാനൊക്കെയില്ല. ഇതന്നെ ഇങ്ങനെ? ആ കാര്യം മോശയ്ക്കൊരു സംശയമായി. ഇപ്പൊ പർവ്വതത്തിൽ മുഖാമുഖമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോശയും ദൈവവും സംസാരം തുടരുകയാണ്. 18-ാം വാക്യത്തിൽ പുറപ്പാട് 33:18 നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നൊരു പ്രാർത്ഥന. നല്ലൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അതിന്റെ പ്രായോഗിക വൈഷമ്യം ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അതിന് അവൻ, ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുവാൻ ഇടയാക്കും. യഹോവയുടെ നാമം നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിക്കുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണയും കാണിക്കും എന്നല്ല ചെയ്യും. 20-ാം വാക്യത്തിൽ നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, എന്നാൽ ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവത്തിനറിയാം നമുക്ക് ഇതുമാത്രം സഹനശക്തി ഉണ്ടെന്നുള്ള കാര്യം. നമ്മളെ മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പിതാവ് പുത്രനെ കൊണ്ടാണ് ഒക്കെ സൃഷ്ടി നടത്തിയെന്നാണ് പറയുന്നത്. പിതാവ് പുത്രൻ മുഖാന്തരം വചനം മുഖാന്തരം വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ചപ്പോൾ ഇതിനെന്തുമാത്രം കഴിവുണ്ട്, എന്തുമാത്രം പരിമിതി ഉണ്ടെന്നും അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചനായ ദൈവത്തിന് നമുക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നും കഴിവില്ലെന്നും അറിയാം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് കഴിവില്ലാത്തൊരു കാര്യം ചെയ്യുകയില്ല, നമുക്ക് നാശം വരുന്നൊരു കാര്യവും ചെയ്യുകയില്ല. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, എന്തെന്നാൽ ഒരു മനുഷ്യനും
എന്നെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. പിന്നെ മോശയുടെ ആഗ്രഹം എങ്ങനെ സാധിക്കുന്നത്? മോശയ്ക്ക് എങ്ങനെ നല്ലൊരു ആഗ്രഹം ഉണ്ടായി തേജസ് കാണണം. അതിന് ഈ പിതാവായ ദൈവം വരാൻ ചില പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയാണ്. മോശയ്ക്ക് നാശം സംഭവിക്കാത്ത തരത്തിലൊന്ന് കാണിക്കണമല്ലോ. ഏതായാലും മുഖം കാണിക്കാനൊക്കെ ഇരുന്ന് പുറം ഇരുന്ന് കാണിച്ചേക്കാം എന്ന് തീരുമാനിച്ചു. യഹോവ അരുളിച്ചെയ്തു, ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, ആ പാറമേൽ നീ നിൽക്കണം. ഒരു സംവിധാനം. അങ്ങനെ സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് ദൈവത്തിന്റെ പുറം കാണാൻ പറ്റിയതായ ഒരു പാറയിൽ കാണിച്ചു കൊടുത്ത് അവിടെ നിൽക്കാൻ പറയും. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ കൈ കൊണ്ട് നിന്നെ മറക്കുമെന്ന് പറഞ്ഞു. 22-ാം വാക്യം. അപ്പൊ പാറയുടെ പിളർപ്പിൽ മോശയെ ഒളിപ്പിച്ചു വെച്ചിട്ട് ദൈവം തമ്പുരാന്റെ കൈ അവിടെ വെച്ചിട്ട് മുഖം കാണാതെ പുറം മാത്രം കാണിച്ചു എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മോശം മുഖാമുഖമായി സംസാരിച്ചപ്പോഴും ഒരു മറയുണ്ടായിരുന്നു. തേജസ് കാണണമെന്ന് പറഞ്ഞപ്പോൾ പുറവും കാണിച്ചു കൊടുത്തു. കൈകൊണ്ടൊരു മറയുണ്ടാക്കിയെന്നാണ്. അപ്പൊ നമ്മൾ സ്വർഗത്തിലെ പിതാവാൻ ദൈവനമ്പുരാന്റെ തേജസ്സും മുഖവും സാന്നിധ്യവും എല്ലാം തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് തന്നെ കഴിവില്ലാത്തതുകൊണ്ട് കർത്താവ് പല ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ക്രമീകരണം ഇതായിരുന്നു. പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരുന്നു, തേജസ് കണ്ടു. ഈ 33-ാം അധ്യായത്തിൽ തന്നെ മോശ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പതിമൂന്നാം വാക്യത്തിൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. ഇപ്പൊ മോശയ്ക്ക് ദൈവത്തിന്റെ വഴി അറിയാനുള്ള ആഗ്രഹം. എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. ഈ ജനത നിന്റെ ജനം എന്നോർക്കണമേ. അതിനവൻ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞു. 14-ാം വാക്യം. അപ്പൊ ഇപ്പം നമുക്ക് ദൈവസാന്നിധ്യം തിരിച്ചറിയാനുള്ള കണ്ണുകൊണ്ട് കാണാൻ വിഷമമാണ്, ചെവി കൊണ്ട് കേൾക്കാം. എന്നാൽ ഹൃദയത്തിൽ സ്വസ്ഥതയായിട്ട് ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ്. മോശയ്ക്ക് സാധിച്ച കാര്യമാണ്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നല്ല ചെയ്യും. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊരു അടയാളമാണ് ഈ സ്വസ്ഥത. അസ്വസ്ഥത ഉണ്ടെങ്കിൽ പിശാച് കൂടെ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. സ്വസ്ഥതയുണ്ടെങ്കിൽ ദൈവം കൂടെയുണ്ട്. നല്ലവനായ വല്യവനായ സ്നേഹവാനായ ദൈവം തന്റെ കൃപയുമായി നമുക്ക് സ്വസ്ഥതയോടെ നമ്മുടെ അകത്ത് താമസിക്കും, മറയും കാണും. നമുക്ക് ദോഷം സംഭവിക്കാത്തതായ ഒരു സംരക്ഷണ വലയത്തിൽ സ്വസ്ഥതയായിട്ട് അവൻ നമുക്ക് സാന്നിധ്യം തരുമെന്നാണ് പറയും. 15-ാം വാക്യത്തിൽ അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ എന്നും പറഞ്ഞു. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെങ്കിൽ ആ കൃപയുള്ളത് എങ്ങനെ അറിയും? നീ ഞങ്ങളോട് പോരുന്നതിനാലല്ലയോ? അപ്പൊ ദൈവ സാന്നിധ്യ ബോധവും കൃപയുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജനതകളിൽ വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. യഹോവ മോശയോട് നീ പറഞ്ഞതായ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്നല്ല ചെയ്യും. ദൈവ സാന്നിധ്യത്തിന്
സഹായത്തിനായിട്ട് ഒരു ദൂതനെയും കൂടെ കൊടുക്കുന്നതായിട്ട് പറയുന്നു. അതേത് വാക്യത്തിലാണെന്നറിയാമോ? പന്ത്രണ്ടാം വാക്യത്തിൽ മോശ യഹോവയോട് ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെയാണ് എന്റെ കൂടെ അയക്കുന്നതെന്ന് അറിയിച്ചില്ലല്ലോ. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ട്. അറിയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ കൊണ്ട് ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. ഈ ജനത നിന്റെ ജനമെന്ന് ഓർക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയും ദൈവ സാന്നിധ്യത്തിന്റെ സഹായത്തിന്റെ പ്രതീകമായ ഒരു ദൂതനെയും കൂടെ അയക്കുമെന്ന് പറയുന്നുണ്ട് വേറെ സ്ഥലത്ത്. ഈ ദൂതന്മാരുടെ സഹായം ദൈവത്തിന്റെ മുഖം കാണുവാൻ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മുഖം കാണുവാൻ ദൈവം ചെയ്തിരിക്കുന്ന മറ്റൊരു ക്രമീകരണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലുണ്ട്. നമുക്ക് നേരിട്ട് മുഖം കാണാൻ കഴിവില്ലാത്തതുകൊണ്ട് മറ വെച്ച് സംസാരിക്കുന്നത് കൂടാതെ ദൈവത്തിന് മുഖം കാണാൻ കഴിവുള്ള ദൂതന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദൈവസന്നിധി. അത് എത്ര മഹ്യമാണെന്ന് കണ്ടോ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ചെറിയവരിൽ ആരെയും നമ്മൾ തുച്ഛീകരിക്കരുത്. ഏറ്റവും ചെറിയവരാണെന്ന് തോന്നുന്നവർക്ക് പോലും കർത്താവിന്റെ മുഖം കാണുവാൻ കൊണ്ട് ഒരു ദൂതനെ ആക്കിയിട്ടുണ്ട് എന്ന് പറയും. അത് എത്രാം വാക്യത്തില്ല? എത്രയാ? മത്തായിയുടെ സുവിശേഷം 18-ന്റെ 10 ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയും. അതെന്തൊരു വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. മോശയ്ക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ കൊതിയുണ്ടായി, പക്ഷെ കണ്ടാൽ ചത്തുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖം കാണിച്ചില്ല. എന്നാൽ മത്തായി 18-ന്റെ 10 വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം, നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ കഴിവുള്ള ദൂതന്മാരുണ്ട് അവിടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഓരോ ദൂതന്മാരെ അവിടെ നോക്കിയിരിക്കുക. അത് ഇന്ന ആളിന് വേണ്ടി എന്റെ മുഖം കണ്ടു. മുഖം കണ്ടാലുള്ള ഗുണം എന്നാ? ആ മുഖത്തിൽ നിന്ന് ശക്തി കിട്ടും. സൂര്യനെ നോക്കിയാൽ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകും. എന്നാൽ സോളാർ ബാറ്ററിയുള്ള പാനൽ സൂര്യനെ നോക്കിയിട്ട് അത് ശക്തിയാക്കി നമുക്ക് തരും. അങ്ങനെയാണ് സോളാർ ബാറ്ററികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നേരിട്ട് സൂര്യനെ നോക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ സോളാർ ബാറ്ററികൾ നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ സൂര്യപ്രകാശം നേരിട്ട് അതിലേക്ക് അടിച്ചിട്ട് അത് വിദ്യുശക്തിയായി മാറി ആ വിദ്യുശക്തി ബാറ്ററിക്കകത്ത് സൂക്ഷിച്ചു വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ സൂര്യനേക്കാൾ പ്രകാശവും ശക്തിയും ഉള്ളവനാണ് കർത്താവ്. ആ കർത്താവിന്റെ മുഖം കാണുവാൻ കഴിവുള്ള ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ദൂതന്മാർക്ക് വേണ്ടി നമ്മൾ ഇതുവരെയായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായവും മത്തായി 18-ന്റെ 10 കൂടെ വായിക്കുമ്പോഴാണ് ദൈവം തമ്പുരാന്റെ ആ കരുതലുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണുമ്പോൾ നമ്മൾ നശിച്ചു പോകാതെ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ദർശനവും പ്രാപിപ്പാൻ കൊണ്ടും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ദൂതനെ ഓർത്ത് നമുക്ക് ദൈവം സ്തുതിക്കാം.
105-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മുഖം ചുമ്മാതൊന്ന് ശകലം നേരത്തെ കണ്ടാൽ പോരാ, എപ്പോഴും ആ നോട്ടം വേണമെന്നാണ് പറയുന്നത്. അതെന്തിനാ? നമുക്ക് എന്നും എപ്പോഴും ശക്തി ആവശ്യമുള്ളതുകൊണ്ടാണ്. 105-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാലാം വാക്യത്തിൽ യഹോവയെയും അവന്റെ ബലത്തെയും അന്വേഷിക്കുകയും തിരയുകയും അവന്റെ മുഖം ഇടപെടാതെ. അപ്പൊ ഇടപെടാതെ അവന്റെ മുഖം അന്വേഷിക്കണം. ആ ഇടപെടാതെ മുഖം അന്വേഷിക്കണമെങ്കിൽ ഇടപെടാതെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരാൾ നമുക്ക് വേണം. അങ്ങനെ ഒരു ദൂതനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ദൈവം തമ്പുരാനോട് എന്തുമാത്രം നന്ദി ഉണ്ടാവും. നീതിயின் സൂര്യനായ യഹോവയാം ദൈവത്തിന്റെ മുഖത്ത് നമുക്ക് നോക്കാൻ കഴിയില്ല. ആ വലിയ വോൾട്ടേജ് നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മൾ തകർന്നു പോകും. നമ്മുടെ ഫാനുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഇടിവെട്ടുമ്പോൾ പോകാൻ കാര്യം തന്നെ ഭയങ്കര വോൾട്ടേജായി. ഇടിവെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ വിദ്യുശക്തിയാണ്. അത് ട്രാൻസ്ഫോമർ ഇല്ലാതെ ഇങ്ങോട്ട് കയറി ഇതെല്ലാം തട്ടിക്കളയുക. അപ്പൊ അതുകൊണ്ട് ദൈവം തമ്പുരാന്റെ വോൾട്ടേജ് സൃഷ്ടികളായി നമുക്ക് വഹിക്കാവുന്നതിനേക്കാൾ ഭയങ്കര വോൾട്ടേജാണ്. ട്രാൻസ്ഫോമർ വെച്ച് മാത്രമേ നമുക്ക് അതിനുപയോഗിക്കാൻ പറ്റൂ. നമ്മുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ 2-3 വോൾട്ട് മതി. നമ്മളെ ഒരു ട്രാൻസ്ഫോമറും കൂടിയാണ് ഈ കറണ്ട് ഇതിനകത്തോട്ട് റീചാർജ് ചെയ്യാൻ എടുക്കുന്നത്. എല്ലാ ഉപകരണങ്ങൾക്കും ട്രാൻസ്ഫോമറുണ്ട്. ഇതുപോലെ ദൈവം തമ്പുരാന്റെ ശക്തി നമുക്ക് ദോഷകരമാകാതിരിക്കാൻ കൊണ്ട് ട്രാൻസ്ഫോമർ വെച്ച് നമുക്ക് തരാൻ വെക്കേണ്ടിയ ട്രാൻസ്ഫോമറിന്റെ പണി ദൂതന്മാരും കർത്താവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കണമെന്ന് പറയുന്നത്. അത്യുന്നതന്റെ പ്രകാശം അതേപടി തട്ടാൻ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഒരു മറ വേണം, ഒരു നിഴലും വേണം. 91-ാം സങ്കീർത്തനത്തിൽ അത്യുന്നതന്റെ മറവിനെ കുറിച്ചും രഹസ്യ സ്ഥലത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിതാവായ ദൈവം തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് ശക്തിയും അനുഗ്രഹങ്ങളും തരാൻ എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. തന്റെ പുത്രനെ നമ്മുടെ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് തന്നെ മുഖത്ത് നോക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രാണന് വീണ്ടെടുക്കപ്പെട്ട യേശുവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രാണനെ, നമ്മുടെ ദേഹിക്ക്, നമ്മുടെ പ്രാണക്കുട്ടിക്ക് കർത്താവിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ കണ്ണിനകത്തുകൂടെ പിതാവിനെ കാണാം. അതിനാണ് പിതാവിന്റെ സന്നിധിയിൽ പോയി നോക്കിയിരിക്കുന്നത്. അവിടെ പോയി ശത്രുവിനെ പാതയോടെ നോക്കാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ പിതാവിന്റെ മുഖം കാണുവാൻ എന്തെല്ലാം സംവിധാനമുണ്ട്. സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിരിക്കുന്ന പുത്രൻ നമ്മളെ വഹിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുത്രനിൽ കൂടെ പിതാവിനെ കാണാൻ സാധിക്കും. ദൂതന്മാരുടെ മുഖത്തോടെ നമുക്ക് പിതാവിന്റെ മുഖം കാണാൻ സാധിക്കും. ആ വരുന്ന ശക്തിയെല്ലാം നമ്മുടെ ആത്മാവിലൂടെ, നമ്മുടെ ദേഹിയിലൂടെ, നമ്മുടെ ശരീരത്തിൽ വരും. അപ്പൊ നമ്മുടെ പ്രാണൻ മുഴുവനും യേശുവിലായെങ്കിൽ ഈ ശക്തി ഇങ്ങോട്ട് കടന്നു വരികയുള്ളൂ, പോലെ ബ്ലോക്കായി പോകും. നമ്മുടെ വീട്ടിലെ വിദ്യുശക്തി കടന്നു വരുന്ന നമ്മുടെ മെയിൻ സ്വിച്ചിൽ കൂടെയാണ്. മെയിൻ സ്വിച്ചിനകത്ത് 2 ഫീസ് കട്ട വെച്ചിട്ടുണ്ട്. തലമുടി നാര് പോലെ 2 ചെറിയ കമ്പിയിൽ കൂടിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. വോൾട്ടേജ് കൂടി പോയാൽ അതങ്ങ് കത്തിപ്പോകും. കത്താൻ വേണ്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കത്തിയില്ലേ നമ്മുടെ ഉപകരണങ്ങൾ മുഴുവൻ കത്തിപ്പോകും, വീടും കത്തിപ്പോകും. ഇതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വരുന്ന ശക്തി ദൂതൻ വഴി, പുത്രൻ വഴി, വിശുദ്ധന്മാർ വഴി, മാലാഖമാർ വഴി വരുന്ന ശക്തി നമ്മുടെ ആത്മാവിന്റെ മെയിൻ സ്വിച്ച് വരും. ആത്മാവിന്റെ മെയിൻ സ്വിച്ച് കഴിഞ്ഞ് ദേഹിയുടെ പ്രാണന്റെ ഓരോ അറയിൽ കൂടെ ഇങ്ങോട്ട് കയറി വരണ്ടേ. എവിടെയെങ്കിലും അവിഹിത ബന്ധമുണ്ടെങ്കിൽ കത്തിപ്പോകും. ദൈവം വിലക്കിയിരിക്കുന്ന ഏതെങ്കിലും അശുദ്ധാത്മാക്കൾ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഏതെങ്കിലും തിന്മയുടെ ശക്തി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഇടിവെട്ടുന്ന പോലെ മുഴുവൻ പൊട്ടിത്തകർന്നു പോകും. അപ്പൊ നമുക്ക് ദൈവം സർവശക്തനാണെങ്കിലും ദൈവവും ദൈവപുത്രനും വിശുദ്ധന്മാരും മാലാഖമാരും നമുക്ക് വേണ്ടി ശക്തി തരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും മെയിൻ സ്വിച്ചിലെ ഫീസ് പോയി കിടക്കുന്നതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഇട്ടാലൊന്നും ഒരു ഗുണവുമില്ല. നമ്മൾ ഞാൻ കുഴഞ്ഞു ചത്തേ ചതഞ്ഞെന്നും പറഞ്ഞിരിക്കുക. അതിനാ കാര്യം ഫീസ് പോയിരിക്കുകയായിരിക്കും. എന്താ പറയുന്നത്? അപ്പൊ അതിനെ ആളെ വിളിച്ചോണ്ട്, ലൈൻമാനെ വിളിച്ചോണ്ട് വരണം. സ്വിച്ച് ഇട്ടിട്ട് ലൈറ്റ് കത്തുന്നില്ല, ഫ്രിഡ്ജ് പ്രവർത്തിക്കുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല, എവിടെയോ കേട് തെറ്റി.
അപ്പൊ തിരുവചന പ്രകാരം ദൈവത്തോടും മനുഷ്യരോടും നമ്മളോടുള്ള ബന്ധം ശരിയാക്കിയെങ്കിലേ ഈ ലൈൻ ശരിയാവുള്ളൂ. 3 ബന്ധമുണ്ട്: ദൈവത്തോട്, മനുഷ്യരോട്, നമ്മളോട് തന്നെ. സ്നേഹത്തിന്റെ 3 തലമുണ്ട്. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, എല്ലാവരെക്കാളും ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ സ്നേഹം, വിരോധം, ബന്ധങ്ങൾ, ഇവയെല്ലാം ക്രമീകരിക്കണം. ദോഷത്തെ വെറുക്കണം, നന്മയെ സ്നേഹിക്കണം. ദോഷത്തെ സ്നേഹിച്ച് നന്മയെ ഓർത്താൽ അങ്ങനെ ഇരിക്കും, ഷോർട്ട് സർക്യൂട്ട് വീസങ്ങ് പോകും. എന്താ? അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഈ ലൈനൊന്ന് കീപ്പപ്പ് ചെയ്യാനൊക്കെ ഉള്ളൂ. സർവശക്തനായ ദൈവത്തിന്റെ അമിതമായ ബലം നമ്മുടെ അമിതമായ ബലഹീനതയിലേക്ക് ഒഴുകി വരാൻ ഒത്തിരി ചാനലുണ്ട്. ഈ വഴികളിലൊക്കെ വരുള്ളൂ. ആ വഴി ഏതാണെന്ന് തിരിച്ചറിയാനാണ് പഴയ നിയമം പുതിയ നിയമം നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇടപെടാതെ ദൈവത്തിന്റെ മുഖം നോക്കുവാൻ മാലാഖയുണ്ട്, കർത്താവുണ്ട്. അവർക്ക് കൂടെ വരുന്ന ശക്തി നമ്മുടെ ആത്മാവിന് മെയിൻ സ്വിച്ചിൽ വരും. ഫീസ് പോയി കിടക്കുകയാണെങ്കിൽ നമുക്കത് പ്രയോജനപ്പെടാത്ത പോലെ എന്നും സ്വയപരിശോധന സഹായിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. സ്വയപരിശോധന സഹായിയിലെ ചോദ്യോത്തരങ്ങൾ ദൈവത്തിന്റെ ശക്തിയും അനുഗ്രഹം കൃപയും ഒഴുകി വരുന്ന ചാനൽ പരിശോധിച്ച് ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയാണ്. നമ്മുടെ ഹൃദയത്തിലെ രക്തം ഒഴുകുന്ന കുഴലുകളുടെ ഉള്ളിൽ കൊളസ്ട്രോൾ കയറിയിട്ട് അത് ബ്ലോക്കാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇത്ര ബ്ലോക്കുണ്ട്. ആൻജിയോപ്ലാസ്റ്റി എന്നും പറഞ്ഞൊരു പരിപാടി, ഞരമ്പ് കിഴിച്ച് ആ ബ്ലോക്കിനെ മാറ്റുന്ന സാധനം കയറ്റി വിടുക. എന്നിട്ട് അവിടെ പ്രത്യേക സംവിധാനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ളൊരു പരിപാടിയാണ്. ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അമിതമായ മമതകളെല്ലാം കൊളസ്ട്രോളായിട്ട് മാറും, ബ്ലോക്കായിട്ട് വരും. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുമ്പോൾ അമിതമായ മമതകൾ മുഴുവൻ വെല്ലുവിടുത്തെ വെച്ചെല്ലാം ക്ലീനാക്കി ദൈവത്തിന് 1ാം സ്ഥാനം കൊടുത്താലേ ഈ രക്തക്കുഴലുകളെല്ലാം ശരിക്കും പുറത്തേക്ക് പോകും. അപ്പോൾ ദൈവത്തെക്കാൾ അധികം ആരെയും ഒന്നിനെ സ്നേഹിക്കാൻ പാടില്ല, അത് കൊളസ്ട്രോളായിട്ട് മാറും. അബ്രഹാമിന് കൊളസ്ട്രോൾ കൂടി എപ്പോഴാ? വയസ്സുകാലത്ത് ഒരു കൊച്ചിനെ കിട്ടിയപ്പോൾ. 100ാം വയസ്സിൽ ഒരു കൊച്ചിനെ കിട്ടിയപ്പോൾ അവനെ എടുത്തുകൊണ്ട് നടന്നും വളർത്തിയും നടത്തിയും അവന് ഭയങ്കര അങ്ങ് സ്നേഹമായി. അപ്പോൾ ധ്യാനവും പ്രാർത്ഥനയൊക്കെ നിന്നു. ഇത് വിഗ്രഹമായി, കൊളസ്ട്രോളായിട്ട് മാറി ഈ കൊച്ചിനോടുള്ള സ്നേഹം. അപ്പോഴാണ് ഉൽപ്പത്തി 22 ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം കുറഞ്ഞു. ഇപ്പൊ കൊച്ചിനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക. പണ്ട് നക്ഷത്രത്തിലെ നോക്കിയൊക്കെ വെളിമ്പ്രദേശത്ത് ഇരുന്ന് ധ്യാനിക്കുന്നു. ഇപ്പൊ അതൊക്കെ നിർത്തി. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ സംഗതി കുഴയും, ചങ്ക് കൊട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ മാറണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി നടത്തണം. അതെന്നാ പരിപാടി? നീ കൊച്ചിനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോകും, 3 ദിവസം നടത്ത്, 2 പേരും കൂടെ നടക്കാൻ. എന്നിട്ട് അവനെ എടുത്ത് വലിയ വീട്ടിലോട്ട് വെക്കാൻ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി കടന്നു കൊടുക്കുന്ന പോലെ കർത്താവിന്റെ വെല്ലുവിളത്തെ കടന്നു കൊടുത്താൽ കർത്താവ് ഈ കൊളസ്ട്രോൾ കൂടിക്കിടക്കുന്ന ബ്ലോക്ക് ആയിരിക്കുന്നതെല്ലാം മാറ്റിക്കഴിഞ്ഞ് നമ്മളെ ക്ലീനാക്കി തരും. അപ്പൊ അബ്രഹാമിന്റെ ഹാർട്ട് അറ്റാക്ക് മാറ്റാൻ വേണ്ടി, കൊളസ്ട്രോൾ മാറ്റാൻ വേണ്ടി 3 ദിവസത്തെ നടപ്പും ആരാധനയും എല്ലാം കഴിഞ്ഞപ്പോൾ അസുഖം മാറുമ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി എന്നോടാണ് സ്നേഹം, മോനേക്കാൾ എന്നോടാ സ്നേഹം. എങ്കിൽ ഇനി ഒത്തിരി കാര്യം തരാനുണ്ട്. നീ വരാൻ ദേശം മുഴുവൻ നിനക്ക് തരും. നിന്റെ സന്തതി ലക്ഷക്കണക്കിന് പേര് നിന്റെ മക്കളായിട്ട് വരാനിരിക്കുക. നക്ഷത്രം പോലെയും പൊടി പോലെയും മക്കളുണ്ടാകേണ്ടതാണ്. പക്ഷേ ഇത് ഈ ബ്ലോക്ക് കാരണം എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. നീ ഇപ്പോഴെല്ലാത്തിനെയും ബലിപീഠത്തിൽ വെച്ച് എല്ലാത്തിനെയും എന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിച്ചതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നു, ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്യുകയാണ്. അപ്പോൾ ശുദ്ധീകരണ പെരുന്നാളും പ്രതിഷ്ഠാ പെരുന്നാളും ഇതാണ്. എപ്പം വേണേലും നമുക്ക് ആരോട് വേണേലും സ്നേഹം കൂടുകയോ കുറയുകയോ വേണമെങ്കിൽ ഒക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ബലഹീനതയാണ്. നമ്മുടെ ടെമ്പറേച്ചർ, ഷുഗർ, പ്രഷർ ഇതൊക്കെ എപ്പം വേണേലും കൂടുകയോ കുറയുകയോ, ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനമാണ്. കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. ചൂട് കൂടിയാൽ പനി, ചൂട് കുറഞ്ഞാൽ കിടുകിട വിറയ്ക്കൽ, അത് വേറെ അസുഖമാണ്. ചൂട് കൃത്യസമയത്ത് നിൽക്കണം, അതിനൊരു പോരാട്ടം ആവശ്യമാണ്. കൊളസ്ട്രോൾ കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. പ്രഷർ കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. അതൊക്കെ കൃത്യ അളവിൽ നിന്നാലേ ആരോഗ്യമുള്ളൂ. ഇതൊക്കെ താളം തിരിക്കുന്ന അശുദ്ധാത്മാക്കളും ആരോഗ്യം മുടക്കുകൾ ധാരാളം ഉണ്ട് താനും. ഇതുപോലെ തന്നെ അകത്തെ മനുഷ്യന്റെ കാര്യവും. തിരുവചന പ്രകാരം നമ്മുടെ ഹൃദയത്തെ എന്നും ബാലൻസ് ചെയ്ത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ ദൈവവുമായുള്ള ബന്ധം സംരക്ഷിക്കാനൊക്കെ ഉള്ളൂ. അതെപ്പം വേണേലും മുടങ്ങിപ്പോവാം.
അപ്പോൾ ശുദ്ധീകരണ പെരുന്നാളുടെയും പ്രതിഷ്ഠാ പെരുന്നാളുടെയും സുന്നത്തിൽ നമ്മളിന്ന് വായിച്ചതായ വേദഭാഗങ്ങൾ ഇണയേറെ ചിന്തിക്കണം. പുറപ്പാട് 33, 105 സങ്കീർത്തനം, 110 സങ്കീർത്തനം, മത്തായി 18 എത്ര മക്കയായിരുന്നു? 10. ഇതെല്ലാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇണവാക്യമായി നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് ഇതിന്റെ പൊരുൾ മനസ്സിലായിട്ട് നമുക്ക് ദൈവസ്നേഹം വർദ്ധിക്കുകയും നമ്മുടെ അകത്തെ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ആത്മഫലങ്ങൾ വിളയിക്കുന്ന വേദിയായി കർത്താവിനെ ആരാധിച്ച് ജന്മസാവല്യം അടയാൻ സാധിക്കുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സമയം പോകേണ്ടത് നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. പ്രതിഷ്ഠാ പെരുന്നാളിൽ ഞങ്ങൾ അങ്ങേക്ക് സ്വീകാര്യരായി തീരണമെങ്കിൽ എന്തെല്ലാം ഞങ്ങളിൽ നിന്ന് പോകണം, എന്തെല്ലാം വരണം. സർവശക്തനായ ദൈവനമ്പുരാന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകി വരുന്ന വഴിയിൽ എന്തെല്ലാം ബ്ലോക്കുകളാണ് ഉണ്ടാകുന്നത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ ദൈവം അവയെന്നെല്ലാം വിടുവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചുകൊള്ളുകയും ആയിരക്കണക്കിന് സ്വയപരിചരണ സഹായിയിലെ ചോദ്യങ്ങൾ ഞങ്ങളെ ദൈവസ്നേഹമുള്ളവരും വിശ്വാസമുള്ളവരും പ്രത്യാശയുള്ളവരുമായി ആ തലയോട് ചേരുന്ന ഉടലായി തീരുവാൻ നീ ഞങ്ങൾ തന്നിരിക്കുന്ന ഈ വഴികളെ ഓർത്ത് ഞങ്ങളതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ വർഷത്തെ സഭാ ജീവിതത്തിലൂടെ ഞങ്ങൾ യേശുവിനെ പോലെ ആകുവാൻ, യേശുവിനോട് ചേരുന്നവരാകുവാൻ, യേശുവിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുകി വരുന്ന വഴികളിലെ ബ്ലോക്കുകളൊക്കെ മാറ്റി ഞങ്ങളെന്നും സമൃദ്ധിയായ ജീവനുള്ളവരായി നന്മയാൽ സിനിമ ജയിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിട്ട് തന്നെ.